മോഹൻ വർഗീസ്, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ സാമുദായിക വോട്ടിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ കണ്ടു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ സമീപകാലത്ത് ഉണ്ടാവുന്ന ഒരു പാറ്റേൺ ആണ്. അത് നിയമസഭയിൽ ആവർത്തിക്കപ്പെടാറില്ല, തദ്ദേശ സ്ഥാപനങ്ങളിലും ആവർത്തിക്കപ്പെടാറില്ല. ശബരിമല വിഷയം പ്രചണ്ഡമായി കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ശ്രീ ശങ്കു പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. വൈകാരികമായി അതിനെ കാണുന്ന ധാരാളം ആളുകൾ കക്ഷിഭേദമന്യേ നമ്മുടെ നാട്ടിലുണ്ട് താനും. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് CPM അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ സംഘപരിവാർ ആഭിമുഖ്യമുള്ളതാണ് എന്ന മട്ടിലുള്ളൊരു പ്രചരണവും വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നറേറ്റീവ് പുഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വോട്ടുകൾ പതിവിൽ കവിഞ്ഞ് ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു പോകും എന്ന തരത്തിലുള്ള ചർച്ചയുണ്ട്. അതുകൂടാതെ UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഇപ്പോൾ ഇവിടെ ശങ്കു സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ ഉണ്ട്. ഈ വിഷയങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും? ആരായിരിക്കും അതിന്റെ ബെനിഫിഷ്യറി? അത് നമുക്കിപ്പോൾ ഒരു ക്ലിയർ കട്ടായിട്ട് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലാണോ അതോ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണോ? ഇല്ല, അതൊരു ഏർലി സ്റ്റേജ് ആണ് ശ്രീ അഭിലാഷ്. അതൊരു വളരെ ഏർലി സ്റ്റേജ് ആണ്. സൂചനകൾ വ്യക്തമാണ്, പക്ഷേ അതെങ്ങനെയാണ് പാൻ ഔട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ സമുദായ വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് പരമ്പരാഗതമായി സിംഹഭാഗവും LDFൽ പോൾ ചെയ്തിരുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും BJPയിലേക്കോ മറ്റ് പാർട്ടികളിലേക്കോ സ്വാംശീകരിക്കപ്പെടുമോ? ഇതിൻ്റെ ഏർലി സൂചനകൾ 2020 കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കാണുകയുണ്ടായി. അത് വർദ്ധിച്ച രൂപത്തിൽ ഇവിടെ കാണുമോ? അതുകൊണ്ട് കൊല്ലം ജില്ലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആലപ്പുഴ ജില്ലയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, തിരുവനന്തപുരം ജില്ലയുടെ വടക്കൻ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ പഞ്ചായത്തുകൾ ഉൾപ്പെടെ എന്ത് രീതിയിലുള്ള മാറ്റമുണ്ടാകും എന്ന് സാഗൂതം കാണേണ്ടതാണ്. അതാണ് ഒരു ട്രെൻഡ്. 2, ഇവിടെ ഈ മുസ്ലിം പ്രീണന നയം ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അത് മാറ്റിവെച്ചതിന് ശേഷം കുറച്ചുകൂടി ഒറിജിനൽ വോട്ട് ബാങ്കായ സമുദായങ്ങളെ കൂടെ നിർത്തുന്ന ഒരു ഇടതുപക്ഷത്തിൻ്റെ മാറിയ ചിന്ത കണ്ടു. അതേസമയം തന്നെ മുസ്ലിം വോട്ടുകൾ ഒരു പരിധിവരെ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ വോട്ടാണെങ്കിലും അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണെങ്കിലും ആര് കൊണ്ടുവരുന്ന വോട്ടാണെങ്കിലും അതിൻ്റെ ഒരു നല്ല പങ്ക് UDFലേക്ക് സമാഹരിക്കുന്നതിൻ്റെ സൂചനകളും കാണുന്നു. അത് മലബാർ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമം മുസ്ലിം വോട്ടുകളെ ഏലിയനേറ്റ് ചെയ്യാൻ LDFന്റെ സാഹചര്യത്തിൽ ഉള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പോളറൈസിംഗ് ആയിട്ടുള്ള സംഭാഷണങ്ങൾ വലിയ തോതിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചർച്ചയാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ ഒരു ചെറിയ നിരാകരണം കൊണ്ട് പോലും തള്ളി പറയുന്നില്ല CPMോ മുഖ്യമന്ത്രിയോ എന്നുള്ളത് അവിടെ റിപ്പർക്കഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളൊരു ധ്രുവീകരണം ഉണ്ടായാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു 25-30% മുസ്ലിം വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയില്ലെങ്കിൽ മൂന്നാം ഭരണം ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇല്ല, വലിയ നിർണായകമാണ്. കാരണം ഒരേപോലെ ശക്തിയുള്ള 2 കമ്മ്യൂണിറ്റീസ്, ഒന്ന് ഈഴവ കമ്മ്യൂണിറ്റി, 2 മുസ്ലിം കമ്മ്യൂണിറ്റി. ഏതാണ്ട് 26-27% വീതം കേരള ജനസംഖ്യയിലുള്ളതാണ്. 2 കമ്മ്യൂണിറ്റികളും ചേർത്ത് വരുമ്പോൾ കേരള ജനസംഖ്യയുടെ പകുതി വരും. ഈ 2 വിഭാഗങ്ങൾ പരസ്പരം പോളറൈസ്ഡായി നിൽക്കുന്നു. ആ ഒരു പോളറൈസേഷൻ ആരുടെ ആവശ്യം? ഇത് മനഃപൂർവ്വമായി അങ്ങനെ ചെയ്തു എന്ന രീതിയിലുള്ള ആരോപണമല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മറിച്ച് അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അടിയൊഴുക്കുകൾ എന്താണ്, റിപ്പർക്കഷൻസ് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണുന്നതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ സംസ്ഥാന ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡിയിലും കണ്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഡ്രസ് റിഹേഴ്സലായി അതിനെ രാഷ്ട്രീയ കക്ഷികൾ കാണാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്ന മറ്റൊരു ആരോപണം കൂടിയിട്ട്, അത് 3ാമത്തെ ഡയമെൻഷൻ. ആ 3ാം ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ UDF സംവിധാനത്തെ മാറ്റി നിർത്തേണ്ടത് LDFന്റെ ആവശ്യമാണ്, BJPയുടെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ഭാവനയുണ്ട്, ഒരു അന്തർധാര, CPMന്റെ ഉന്നത നേതൃത്വവും BJPയും തമ്മിലൊരു അന്തർധാരയുണ്ട്. ചില മണ്ഡലങ്ങളിലെങ്കിലും പരസ്പരം വളരെ ദുർബലമായ കാൻഡിഡേറ്റിനെ നിർത്തുന്നു എന്ന് തെളിയിക്കാനാവാത്തൊരു കാര്യമാണ്. ഇതേക്കുറിച്ച് എങ്ങനെയാണ് ഇത് പാൻ ഔട്ട് ചെയ്യുന്നത് എന്നത് റിസൾട്ട് വരുമ്പോൾ മാത്രമേ. അങ്ങനെ എന്തെങ്കിലും ഏർലി സൂചനകളുണ്ടോ? ഇവിടെ സൂചനകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഗ്രാമപഞ്ചായത്തിൽ അത് പ്രകടമല്ല. കാരണം അവിടെ പൂർണ്ണമായ രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം ജില്ലാ പഞ്ചായത്തുകളിൽ, കോർപ്പറേഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കേരളം സാഗൂതം വീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പലതരം പോളറൈസേഷൻ, അതാണ് ഡ്രസ് റിഹേഴ്സൽ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിലുള്ള ഏറ്റവും ഉരകല്ല് തന്നെയാണ്. പ്രധാനപ്പെട്ടത് ഫൈനലായ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്.